മോൾ ഫ്രാക്ഷൻ, വാൻ ഹോഫ് ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ, ലേ ചാർലിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്യുവർ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ വളരെ ഡെപ്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കണ്ടല്ലോ, HSA ഫിസിക്കൽ സയൻസ് ആണ്. HSA ഫിസിക്കൽ സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ന് വരും അല്ലേ? എത്ര നാളായി കാത്തിരിക്കുന്നു. 8 വർഷത്തെ കാത്തിരിപ്പാണ്. 2016 ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അത് കേസും പരാതികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതുകൊണ്ടാണ്. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ അതല്ല വിഷയം. ഇത് പുതിയതായിട്ട് ഒരുപാട് പേര് ഈ കോഴ്സ് എടുക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പഠനം ആരംഭിക്കുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അടുത്ത എക്സാമിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനം കൊണ്ടുവന്നിരിക്കുന്നത്. LP UP ഒക്കെ കഴിഞ്ഞപ്പോൾ, ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ അടുത്തൊരു HSA കാലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 2016 അവസാനമായിട്ട് വന്ന നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസ് നമുക്കുണ്ട്. ആ സിലബസിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കണം. ആ സിലബസിനകത്തുനിന്ന് ഭീകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രി അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെടുകയോ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയൊക്കെ ചെയ്തേക്കാം. എന്നാൽ പോലും കോറായിട്ടുള്ള ഭാഗത്തിനൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷേ വ്യത്യാസം വരാൻ പോകുന്ന ഇതിലാണ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ ഉറപ്പായിട്ടും വ്യത്യാസം വരും. കാരണം നിങ്ങൾ അവസാനം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എക്സാമാണ്. അതിൽ പല ക്വസ്റ്റ്യൻസ്, ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് LP UP സയൻസിനകത്ത് പോലും ചോദിക്കുന്നുണ്ട്. കെമിസ്ട്രിയൊക്കെ +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ കെമിസ്ട്രിയിലകത്ത് UPക്കകത്ത് പോലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ ഇപ്പോൾ LP UP പ്രിപ്പയർ ചെയ്തിട്ട് ഒരാൾ HSAയുടെ പഴയ സിലബസ് വെച്ചിട്ടുള്ള പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതിന് ഡെപ്ത് കുറവാണ്. കാരണം അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡെപ്തിലേക്ക് ഇനി പഠിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ മൊത്തത്തിലൊരു മാറ്റത്തിനെ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഈ സിലബസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം എൻട്രിയുടെ കോഴ്സിലാണെങ്കിലും എൻട്രിയുടെ ഫിസിക്കൽ സയൻസിൻ്റെ കോഴ്സിലാണെങ്കിലും അതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഏതൊരു എക്സാമിനും പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സിലബസിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ആവശ്യമാണ്. ആ ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭ്യമാവും. അപ്പോൾ HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് HSA ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് 2 പാർട്ടുകൾ, അപ്പോൾ പാർട്ട് A എന്നും അല്ലെങ്കിൽ പാർട്ട് 1 എന്നോ പാർട്ട് A എന്നോ ഒക്കെ വിളിക്കാം. പാർട്ട് A എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിൽ നിന്ന് ജനറൽ നോളജ് ഇൻ കറണ്ട് അഫയേഴ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് എന്നുള്ള ഭാഗത്തു നിന്നായിരിക്കും. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത, ഇത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതിൽ റിനൈസൻസ്, ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ്, ഇത്തരം കാര്യങ്ങളായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ വരുന്ന മേഖല എന്ന് മനസ്സിലാക്കാം. അവിടെ തന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ പാർട്ട് B എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാർട്ട് B എന്ന് പറയുന്നിടത്ത് ക്വസ്റ്റ്യൻസ് കോർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാണ്. ഇത് മലയാളത്തിലാണ് ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക. പാർട്ട് B നിന്നുള്ള ക്വസ്റ്റ്യൻസ് 80ഓളം ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ, പ്യുവർ മലയാളത്തിലാണ് വരിക. അതിൽ ഫിസിക്സും കെമിസ്ട്രി ഉണ്ട്. ഫിസിക്സുകാർ കെമിസ്ട്രി പഠിക്കണം, കെമിസ്ട്രിക്കാർ ഫിസിക്സും പഠിക്കണം അഡീഷണൽ ആയിട്ട്. മാത്രമല്ല അത് മലയാളത്തിൽ പഠിക്കുകയും വേണം. ഇതാണ് ഈ ഒരു കോഴ്സിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനകത്തുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രിയും മലയാളത്തിൽ പഠിച്ച് അതിനെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ വരും. മറ്റേതൊരു HSAക്കാലം മുമ്പ് നടക്കാൻ സാധ്യത നമ്മുടെ HSA തന്നെയാണ്. കാരണം 8 വർഷമായിട്ട് നടന്നിട്ടില്ല. ബാക്കി എല്ലാ എക്സാംസും അതിനിടയ്ക്ക് നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയും പെട്ടെന്ന് എക്സാം നടത്തുകയും ചെയ്യുന്ന രീതി ആയിരിക്കും ഫിസിക്കൽ സയൻസിന് വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. വളരെ കാലമായിട്ട് ഈ പ്രിപ്പറേഷനായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് സജീവമായിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് എല്ലാവരും വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം പറഞ്ഞല്ലോ, ആദ്യത്തെ 3 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും പിന്നീടുള്ള 4ാമത്തെ നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിലുമാണ് ചോദിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഫിസിക്കൽ സയൻസിൻ്റെ ആ സിലബസിന് അകത്തേക്കൊന്ന് കയറി പരിശോധിക്കാം. റിനൈസൻസും ഫ്രീഡം മൂവ്മെൻറ്റും ജനറൽ നോളജും കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 3ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റാണ്. പാർട്ട് Aയിൽ തന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റിനകത്ത് ഈ സബ്ജക്റ്റ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ കോൺസെപ്റ്റുവൽ ഡെവലപ്മെൻറ്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോറിലേഷൻ വിത്ത് സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻസ്, അതാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ BEdന് പഠിക്കുന്ന നിങ്ങളുടെ മെത്തഡോളജിയിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് അവിടെ വരാമെന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള ചില ഏരിയാസ് ഉണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇതിനോട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ HSA ഫിസിക്കൽ സയൻസ് നടക്കുന്നത് 2016 നോട്ടിഫിക്കേഷൻ 2018 ഈ എക്സാം നടക്കുന്നത്. പക്ഷേ
അതല്ലാതെ നാച്ചുറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും അടുത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതാണ്. അതിനകത്തെ പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലെവൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും വിലയിരുത്താനായിട്ട് സാധിക്കും. HSI ഫിസിക്കൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളതൊക്കെ പെഡഗോഗി ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റ് സബ്ജക്റ്റുകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൽ തന്നെ നാച്ചുറൽ സയൻസിൻ്റെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് പോലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഓൾഡ് ആൻഡ് റിവൈസ്ഡ്, അതിനകത്ത് നമുക്ക് ബ്ലൂംസ് ടാക്സോണമി, റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി, മക്രോമക് ആഗർ ടാക്സോണമി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. ബി എഡ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നതാണ്. ഇനി പെഡഗോഗിക് അനാലിസിസിൽ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെക്കൻഡറി ലെവലിൽ, നമ്മൾ ഹൈസ്കൂൾ അധ്യാപകരാവാനുള്ള യാത്രയാണ്. സെക്കൻഡറി ലെവലിലുള്ള ഇൻസ്ട്രക്ഷൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, സൈക്കോളജി ബേസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട തിയറീസ്, സൈക്കോളജിയിലെ തിയറീസൊക്കെ പിയാഷയുടെയും ബ്രൂണറുടെയും ഗാഗ്നയുടെയും വൈസ്ഗോസ്കിയുടെയും അസുബലിൻ്റെയും ഒക്കെ ആ ഒരു തിയറീസ് ഉണ്ടല്ലോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസും കാര്യങ്ങളൊക്കെ, അതുപോലെ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാക്സിംസ് ഓഫ് ടീച്ചിങ്, ഇതൊക്കെ അവിടെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി LPUP ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കുറേയൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതാണ് കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പെഡഗോഗി ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റെഫറൻസിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, മോഡൽസ് ഓഫ് ടീച്ചിങ് ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, കരിക്കുലം, ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾ, മോഡേൺ ട്രെൻഡ്സ് ആൻഡ് ഓർഗനൈസേഷണൽ അപ്രോച്ചസ്, കരിക്കുലം റീഫോംസ്, NCF ആൻഡ് KCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പോലുള്ള, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് പോലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം വരുന്നത് എന്താ, ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസുകളെ കുറിച്ചാണ്. ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മേഖലയാണ്. ലാബോറട്ടറി, ലൈബ്രറി, ക്ലബ്ബുകൾ, മ്യൂസിയംസ്, വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ, ഈ റിസോഴ്സുകൾ, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, ഹാൻഡ് ബുക്ക് പോലുള്ള കാര്യം. ഇപ്പോൾ ഈ റിസോഴ്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്കറിയാം. LPUP ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് പോലും അറിയാൻ പറ്റും അല്ലേ, ചില സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ട്, ഫെറ്റ് പോലുള്ള സയൻസ് ശാസ്ത്ര സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി പ്രതീക്ഷിക്കാവുന്നതാണ് ആ മേഖലയിൽ. ഇനി അസസ്മെൻറ്റ് ഇവാലുവേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അസസ്മെൻറ്റ് ഇവാലുവേഷൻ. കാര്യം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പെഡഗോഗി സാധാരണ ചോദിക്കാറ്. പക്ഷേ അവിടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ആ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അവിടെ ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ സൈക്കോളജി ഭാഗമായിട്ടൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ടെസ്റ്റ് ഐറ്റംസിൻ്റെ ടൈപ്പ്, ഇവാലുവേഷൻ ഓഫ് പ്രോജക്റ്റ്, സെമിനാർ ആൻഡ് അസൈൻമെൻറ്റ്സ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലത്തെ അതിൻ്റെ റെമഡിയേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇൻ്റർപ്രിട്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ഒക്കെ ബാക്കിയായിട്ട് റെമഡിയൽ ടീച്ചിങ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇവാലുവേഷനിൽ നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്കിവിടെയും ഈ ഒരു സിലബസിലും HSIയുടെ ജനറൽ സിലബസിനകത്ത് വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും പെഡഗോഗിയായിട്ട് ബന്ധപ്പെട്ട്. ഇനി ടീച്ചർ, നമ്മൾ ഇതിൻ്റെ സിലബസ് കാറ്റഗറി 3യുടെ ഫിസിക്കൽ സയൻസിൻ്റെ പെഡഗോഗി സിലബസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടീച്ചറുടെ ക്വാളിറ്റി, കോമ്പിറ്റൻസീസ്, അത്തരത്തിലുള്ള അവരുടെ റോള്, പേഴ്സണൽ ക്വാളിറ്റീസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, മൈക്രോ ടീച്ചിങ്, അതുപോലെ ആക്ഷൻ റിസർച്ച് പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചോദ്യമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരുപാടെണ്ണം നമുക്ക് K3യുടെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് റെഫറൻസ് ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റും. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും സാധിക്കും. ഇതാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 8 യൂണിറ്റുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കുകളിലൂടെ വളരെ വിശദമായിട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഡിഗ്രി തലത്തിലേക്ക് വരുന്ന ടോപ്പിക്കുകളും കാണാൻ പറ്റും. ഇപ്പോൾ ഡിഗ്രി തലത്തിലേക്ക് വരുന്ന ടോപ്പിക്കുകളും മലയാളത്തിൽ പഠിക്കുക എന്നുള്ള ഒരു ടാസ്ക് അവിടെ ഉണ്ട്. ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കുകൾ അരിച്ച് പിറക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആ രീതിയിൽ സിലബസിനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കിട്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുക ഇത്ര മതിയെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ആദ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം, സ്കൂൾ ലെവൽ ടെക്സ്റ്റ് ബുക്കുകൾ തൊട്ട് പഠിച്ചിട്ട് നമുക്ക് ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കുകൾ അരിച്ച് പിറക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം അതിൽ നിന്ന് ഡിഗ്രിയിലേക്ക് ഉയരുന്ന ചില ടോപ്പിക്കുകൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അത്തരം കാര്യങ്ങൾ ആ ലെവലിലേക്ക് ഇറങ്ങി പഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിലബസിൻ്റെ പ്രത്യേകത. ഇനി ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഒക്കെ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആദ്യ ഭാഗത്ത് മൊഡ്യൂൾ 1 പാർട്ടിക്കിൾ ഡൈനാമിക്സ്, അതായത് നമ്മുടെ മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂട്ടൻ്റെ ലോസും കാര്യങ്ങളും തൊട്ട്, അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ, അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് റൊട്ടേഷണൽ ഡൈനാമിക്സ്, കൺസർവേഷൻ ലോസ്, അതിൽ ലീനിയർ മൊമെൻറ്റ്, ആംഗുലാർ മൊമെൻറ്റ്, എനർജി കൺസർവേഷൻ ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ +1 ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഒരു 4-5 ചാപ്റ്ററുകളായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം
ഈ സിലബസിൽ വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മളവിടെ കവർ ആവുകയും ചെയ്യും. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷൻ വീണ്ടും +1 അവസാനത്തെ ചാപ്റ്ററുകൾ വരുമ്പോൾ അവിടെ ഡാംപ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ, വേവ് മോഷൻ അല്ലേ 13-14 ചാപ്റ്ററുകളായിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. പ്രോഗ്രസീവ് വേവ്സ്, സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്, ഡോപ്ലർ എഫക്റ്റ് പോലുള്ള കാര്യങ്ങൾ. അതുപോലെ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ അറിയേണ്ടത് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ഒരുപാട് ടോപ്പിക്കുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും നല്ലത് പഴയ ടെക്സ്റ്റ് ബുക്കുകളുടെ മലയാളം പതിപ്പൊക്കെ വായിക്കാനായിട്ട് കിട്ടും. അതാണ് റെഫറൻസിന് എടുക്കേണ്ടത്. അതിനെ റെഫറൻസ് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെപ്തിലുള്ള കണ്ടന്റ് നമ്മളും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്തിക്കാൻ പോകുന്നത്, അതായത് മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പരമാവധി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഫ്രെയിംസ് ഓഫ് റെഫറൻസ് അല്ലേ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. റിലേറ്റിവിറ്റി തിയറിയൊക്കെ എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവലിലേക്ക് കുറച്ചുകൂടി ഉയരുന്ന ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇലാസ്റ്റിസിറ്റി വളരെ പ്രധാനമായിട്ടും +1 രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ ആദ്യത്തെ ചാപ്റ്ററിൽ യങ്സ് മോഡുലസും റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ് അല്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി പോലുള്ള നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളെങ്കിലും ഇപ്പോൾ പാസ്കൽസ് ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ തൊട്ടിട്ട് എന്ത് വേണമെങ്കിലും അവിടെ ചോദിക്കാമല്ലോ. കാരണം +1 രണ്ടാമത്തെ ടെക്സ്റ്റിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ചാപ്റ്ററും വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കുകളിലെ ടോപ്പിക്കുകളാണ് ആദ്യത്തെ ആ ഒരു മൊഡ്യൂളിൽ ഫുള്ള് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് ഫിസിക്സ് മാത്രമാണല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫിസിക്സിലെ ടോപ്പിക്കുകളാണ്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളും പ്യുവർലി ഫിസിക്സിലെ ടോപ്പിക്കുകൾ തന്നെയാണ്. അത് +2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സും, ട്രാൻസിയൻ കറണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. ഇത്രയും ടൈറ്റിൽ എന്ന് പറയുന്നത് ഹെഡിങ്, ചാപ്റ്ററുകളുടെ ഹെഡിങ്. ആ ചാപ്റ്ററിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ ലെവൽ ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അത് പഠിച്ചിട്ട് ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ടെക്സ്റ്റുകൾ അരിച്ചു പറക്കുന്ന രീതിയിൽ നമ്മൾ 2ാം ലെവലിൽ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇനി ആദ്യത്തെ എക്സാമുകളുടെ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വളരെ ഡെപ്ത് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയിരുന്നത്. പക്ഷേ ആ ലെവലിൽ നിന്ന് ഉയർന്നുകൊണ്ട് ഇനി നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ഉയരുകയാണ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത് +2 ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെമി കണ്ടക്ടർ ഫിസിക്സ് +2 തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഡയോഡുകളും, ട്രാൻസിസ്റ്ററുകളും, ആംപ്ലിഫയറുകളും, ഓസിലേറ്ററുകളും, ലോജിക് ഗേറ്റും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ +2 കുറേയേറെ ടോപ്പിക്കുകളാണ് അവിടെ കണ്ടത്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയാണ്. ഹയർ സെക്കൻഡറി നോക്കി കഴിഞ്ഞാൽ +2 രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ്, പോളറൈസേഷൻ പോലുള്ള ഫിനോമിൻ, പ്രതിഭാസങ്ങൾ, പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങൾ വളരെ ഡെപ്തിൽ നമ്മൾ പഠിക്കുന്ന. അതേപോലെ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഫൈബർ ഒപ്റ്റിക്സ്, ലേസർ, പിന്നീട് ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പിയും കൂടി നമ്മളവിടെ പറയുന്നുണ്ട്. സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചുള്ള ബേസിക് ഐഡിയസ്. പക്ഷേ സ്പെക്ട്രോസ്കോപ്പി പിന്നീട് രാമൻ സ്പെക്ട്രൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, NMR സ്പെക്ട്രൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രിയുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നുള്ളൂ. അപ്പം ഹയർ സെക്കൻഡറി ലെവലിലുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ അവിടെ കവർ ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും +1 തിരിച്ചു വരിക. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, കാർനോട്ട് എഞ്ചിൻ, എൻട്രോപ്പി തുടങ്ങിയ കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് ആ സിലബസിൽ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ +1 ടെക്സ്റ്റ് ബുക്കിൽ 2-3 ചാപ്റ്ററുകളായിട്ട്, കൈനറ്റിക് തിയറി വരെയുള്ള കാര്യങ്ങളിൽ 3 ചാപ്റ്ററുകളായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ആ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മൊഡ്യൂൾ 3 ഭാഗമായിട്ട്. ഇനി സ്റ്റാറ്റിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, എൻസംബിൾ, ഫേസ് സ്പേസ്, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിറ്റിക്സ്, ഈ കാര്യങ്ങൾ നമുക്ക് ഹയർ സെക്കൻഡറി പഠിക്കാനില്ല. ഡിഗ്രി തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതായിട്ട് വരും. കുറച്ചുകൂടി ഉയർന്ന ടോപ്പിക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന സിലബസിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ കൂടുതൽ വരാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ 3 മൊഡ്യൂളുകളായിട്ട് ഫിസിക്സ് പറയുന്നിടത്ത് എവിടെയും ഗ്രാവിറ്റേഷനെ കുറിച്ച് പറയുന്നത് കണ്ടില്ല. ഗ്രാവിറ്റേഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള സിലബസ് ആയിരുന്നു 2016 വന്നത്. പക്ഷേ നമുക്ക് ഇനിയുള്ളതിനകത്ത് അത് പഠിക്കേണ്ടതായിട്ട് വരും. കാരണം +1 ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രാധാന്യത്തോടെ ആ ചാപ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ കോർ സിലബസിൽ ഒരിക്കലും മാറ്റമുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്ന സാധനം എടുത്ത് കളഞ്ഞിട്ട് ഒരിക്കലും സിലബസ് മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും സിലബസിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വരാൻ പോകുന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂളുകളിലായിട്ട് പ്യുവർ ഫിസിക്സ് ആണ് പറഞ്ഞതെങ്കിൽ 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിലേക്കുള്ളൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടിനകത്ത് ഒരുപോലെ നിങ്ങൾ പഠിക്കുന്ന കുറേയേറെ ടോപ്പിക്കുകളുണ്ട്. നോക്കിക്കേ, ബോർ ആറ്റം മോഡൽ, വെക്ടർ ആറ്റം മോഡൽ, ഹൈഡ്രജൻ സ്പെക്ട്രം, ന്യൂക്ലിയർ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്, റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, എലമെൻ്ററി പാർട്ടിക്കിൾസ്. ഇത് രണ്ടിലും പഠിക്കാനുണ്ട്. ഇപ്പോൾ എലമെൻ്ററി പാർട്ടിക്കിൾസൊക്കെ വളരെ വിശദമായിട്ട് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ഭാഗമായിട്ടും പഠിക്കുന്നതാണ്. കെമിസ്ട്രിയിലാണ് ബാക്കി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്.
ക്രിസ്റ്റൽ സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് രണ്ടിലും പഠിക്കുന്നതാണ്. ക്രിസ്റ്റൽ സിമ്മട്രി, മില്ലർ ഇൻഡിസ്, ബ്രേവിസ് ലാറ്റിസ്, ബ്രാഗ്സ് ലോ, പാക്കിംഗ് ഫ്രാക്ഷൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്തും പഠിക്കുന്നതാണ്, കെമിസ്ട്രിക്കകത്തും പഠിക്കുന്നതാണ്. +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുകയും ചെയ്യും. ഇനി വേവ് നേച്ചർ ഓഫ് മാറ്റർ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പോസ്റ്റുലേറ്റ്സ് ഓഫ് വേവ് മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ വേവ് നേച്ചറിൻ്റെ തുടക്കമൊക്കെ നമ്മൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നുണ്ട്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ. പക്ഷേ വേവ് മെക്കാനിക്സും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വരെയുള്ള കാര്യങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ലെവലിലേക്ക് ഉയർന്ന് നമ്മളവിടെ പഠിക്കേണ്ടതായിട്ട് വരും. ഫിസിക്സിലും കെമിസ്ട്രിയിലുള്ള ടോപ്പിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 3ാമത്തിൽ നിന്ന് 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ആ ചാപ്റ്ററിൽ, ആ ഒരു യൂണിറ്റിൽ വരുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, രണ്ടുപേർക്കും ഒരുപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഗമായിട്ട് ഏഗൻ ഫംഗ്ഷൻസ് ആൻഡ് ഏഗൻ വാല്യൂസ്, പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ, അത് പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷൻ, നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ടു ഹൈഡ്രജൻ ആറ്റം, കൺസർവേഷൻ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ടു പോളാർ, കൺവേർഷൻ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ടു പോളാർ കോർഡിനേറ്റ്സ്, റേഡിയൽ ആൻഡ് ആംഗുലാർ ഫംഗ്ഷൻ, ഓർബിറ്റൽ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതും നിങ്ങൾ ഫിസിക്സിലും പഠിക്കുന്നുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ട് കെമിസ്ട്രിക്കാരും പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി എനർജി ലെവൽസ് ഇൻ മോളിക്യൂൾസ്, ബോൺ ഒപ്പൻഹൈമർ അപ്രോക്സിമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, റൊട്ടേഷണൽ, വൈബ്രേഷണൽ, രാമൻ, ഇലക്ട്രോണിക് ആൻഡ് NMR സ്പെക്ട്രോസ്കോപ്പി, ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, എലമെൻറ്റ്സ് ഓഫ് സിമ്മട്രി ഓഫ് മോളിക്യൂൾസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തിനകത്ത് സ്പെക്ട്രോസ്കോപ്പി, സ്പെക്ട്രം എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമായിരുന്നു ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട സിലബസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കും ഏറെക്കുറെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. രണ്ടിൻ്റെയും ഭാഗമായിട്ട് ക്ലാസ്സുകൾ നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കൂ, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്, ഡിഫക്ട്സ്, സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതുപോലെ ഹെൻറീസ് ലോ, റൗട്ട്സ് ലോ, ഡൈല്യൂട്ട് സൊല്യൂഷൻസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അബ്നോർമൽ മോളിക്കുലാർ മാസ്, വാൻ ഹോഫ് ഫാക്ടർ. പ്യുവർ കെമിസ്ട്രിയിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് പ്യുവർ കെമിസ്ട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സിലബസ്. അപ്പോൾ ഇവിടെ 5ാമത്തെ മൊഡ്യൂളിൻ്റെ പകുതിക്ക് വെച്ചിട്ട് പ്യുവർ കെമിസ്ട്രിയിലേക്ക് മാറുകയാണ്. സോലിബിലിറ്റി പ്രൊഡക്റ്റ് ആൻഡ് കോമൺ അയൺ എഫക്റ്റ്, പെർസിപ്പിറ്റേഷൻ ഓഫ് കാറ്റിയോൺസ്, പ്രിൻസിപ്പിൾസ് ഓഫ് വോളിയോമെട്രിക് അനാലിസിസ്, തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്. പ്യുവർ കെമിസ്ട്രി ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് കയറി പഠിക്കേണ്ടിയും വരും. ഇനി പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കോളം ക്രോമാറ്റോഗ്രഫി, പേപ്പർ ക്രോമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി, RF വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സിലിക്കൺ, സിലിക്കേറ്റ് ആൻഡ് സിയോലൈറ്റ്, സിമൻറ്റ്, ഗ്ലാസ്, ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, റോക്കറ്റ് പ്രൊപ്പലൻസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇത് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ടൈപ്പ് ഓഫ് പൊല്യൂഷൻ, എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, പൊല്യൂട്ടൻസ്, കൺട്രോൾ ഓഫ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക്. സ്കൂൾ ലെവൽ തൊട്ടിട്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന കെമിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണത്. അതിൽ നിന്നും ജനറൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്യുവർ ഫിസിക്സ് കഴിഞ്ഞിട്ട് പ്യുവർ കെമിസ്ട്രിയിലേക്ക് ഇപ്പം വന്നിരിക്കുകയാണ്. 5ാമത്തെ യൂണിറ്റിൽ വെച്ചിട്ട് പകുതി തൊട്ട് ഫുള്ള് കെമിസ്ട്രിയിലോട്ട് വന്ന് കാണാൻ പറ്റും. 6ാമത്തതും പ്യുവർ കെമിസ്ട്രി, ആറ്റം മോഡൽസ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഡി ബ്രോഗ്ലി റിലേഷൻ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ആറ്റോമിക് ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ്. എഗെയിൻ പ്യുവർ കെമിസ്ട്രി എന്ന് പറയുമ്പോഴും ഇത് നമ്മൾ +1ലും +2ലും ഡിഗ്രിയിലും ഒക്കെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള ടോപ്പിക്കുകളൊക്കെ അല്ലേ, അത് ഫിസിക്സിൻ്റെ ഭാഗമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഭാഗമായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന്. അതുപോലെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഓഫ് ബാ പ്രിൻസിപ്പിൾ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആറ്റം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. +2 പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ടോപ്പിക്കുകളിലൂടെയാണ്. ഇനി ഓരോ ബോണ്ടിങ്ങുകളെ കുറിച്ചുണ്ട്, അയോണിക് ബോണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ബോണ്ട് ലൈൻ ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഡെറിവേഷൻ വേണ്ട എന്നുള്ള ബ്രാക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ സൈക്കിള്, അതേപോലെ ഫാജൻസ് റൂൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, കോവാലന്റ് ബോണ്ട്, വാലൻസ് ബോണ്ട് തിയറി, VS-EPR തിയറി, കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, അതിൽ SP, SP2, SP3, DSP2, SP3D, D2, SP3, SP3D2 പോലുള്ള ഹൈബ്രിഡൈസേഷനുകളൊക്കെ കുറിച്ചിട്ട് എക്സാമ്പിളുകൾ അടക്കമുള്ള എക്സ്പ്ലനേഷൻ പഠിക്കാനുണ്ട്. ഇതെല്ലാം പ്യുവർ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ, ഡിഗ്രി ലെവലിലേക്ക് ഉയർന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകൾ. അടുത്ത മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ലാക്ക് ഓഫ് ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റ്സ്, ബോണ്ട് ഓർഡർ, തിയറീസ് ഓഫ് മെറ്റാലിക് ബോണ്ടിങ്, ഫ്രീ ഇലക്ട്രോൺ തിയറി, വാലൻസ് ബോണ്ട് തിയറി ആൻഡ് ബാൻഡ് തിയറി, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ, ഹൈഡ്രജൻ ബോണ്ട്, ഇൻട്രാ ആൻഡ് ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർബിറ്റൽ തിയറിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. ഡിഗ്രി ലെവലിലേക്ക് വരുന്ന ടോപ്പിക്കുകളായിട്ട് അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പീരിയോഡിക് ലോസ് അല്ലേ, പീരിയോഡിക് പ്രോപ്പർട്ടീസ്, അതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ, പോളിംഗ് ആൻഡ് മിൽക്കൻ സ്കെയിൽ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്,
സ്ലാറ്റർ റൂള്, ഡയഗണൽ റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പീരിയോഡിക് ലോസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഇനി റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിനകത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രിപ്പറേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ്, ലാന്തനൈഡ് ആൻഡ് ആക്ടിനൈഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് കാണാൻ പറ്റും. ഇനി മെറ്റൽസിലേക്ക് വരുമ്പോൾ മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് മെറ്റലർജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട മെറ്റൽസിൻ്റെ ഓർസും മിനറൽസും, കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അതിൻ്റെ റിഫൈനിങ് ഓഫ് മെറ്റൽസ് കാര്യങ്ങളൊക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ, ഹാർഡനിങ് ഓഫ് സ്റ്റീൽ തുടങ്ങിയ ആശയങ്ങളെല്ലാം അവിടെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഐസോമെറിസം, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് കിടക്കുന്ന കുറേ ടോപ്പിക്കുകൾ അവിടെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, റൂൾസ്, വാലൻസ് ബോണ്ട് തിയറി പോലുള്ള കാര്യങ്ങൾ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഡി ഓർബിറ്റ് സ്പ്ലിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടഹെഡ്രൽ, ടെട്രഹെഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്യുവർ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പിന്നീട് ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന കുറേ ടോപ്പിക്കുകൾ അവിടെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, അതിൻ്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് മറ്റൊരു ടോപ്പിക്ക് നമുക്കവിടെ ആ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് NP റേഷ്യോ, ന്യൂക്ലിയർ ഫോഴ്സസ്, ഹാഫ് ലൈഫ് പീരീഡ്, ഗീഗർ നട്ടൽ റൂള്, ഡിസിൻറ്റഗ്രേഷൻ സീരീസ്, ട്രാൻസ്മ്യൂട്ടേഷൻ, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ, ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്, ഇതൊക്കെയാണ് പിന്നീട് അവിടെ ഏരിയ ആയിട്ട് വരുന്നത്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിലും പഠിക്കുന്നതാണ്, പക്ഷേ അതിൽ കുറച്ച് കെമിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക സിലബസിൽ. ഇനി മൊഡ്യൂൾ 7 വന്നു കഴിഞ്ഞാൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷേ കെമിസ്ട്രിയാണ് കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ കൊളീഷൻ നമ്പറും കാര്യങ്ങളൊക്കെ. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇത് കെമിസ്ട്രിയാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഓൾറെഡി തെർമോഡൈനാമിക്സിൻ്റെ ഫിസിക്സ് ടോപ്പിക് ഓൾറെഡി നമ്മൾ ഫിസിക്സിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റുകളിൽ പറയുന്നുണ്ട്. അവിടെ ജൂൾ തോംസൺ എഫക്റ്റ്, ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസസ്, ഇൻവേർഷൻ ടെമ്പറേച്ചർ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, കോൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്പോണ്ടേനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എൻട്രോപ്പി ആസ് ക്രൈറ്റീരിയ ഓഫ് സ്പോണ്ടേനിറ്റി, ഫ്രീ എനർജി ഓഫ് ഫംഗ്ഷൻ, ഹെസ് ലോ, ബോണ്ട് എനർജി, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൈനറ്റിക് തിയറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കെമിസ്ട്രിയുടെ ബേസ് ചെയ്തിട്ടുള്ള തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രി ലെവൽ വരെ ഉയർന്ന അവിടെ പഠിക്കേണ്ടതായിട്ട് വരും. ലോ ഓഫ് മാസ് ആക്ഷൻ, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, പാർഷ്യൽ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ, വാൻ ഹോഫ് ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ, ലേ ചാർലിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്യുവർ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ വളരെ ഡെപ്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ, അതുമായിട്ട് റിയാക്ഷൻ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ്, അതിൻ്റെ റേറ്റ് ഓഫ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്, റേറ്റ് ലോ, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, റേറ്റ് കോൺസ്റ്റൻസ് ഫോർ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് സീറോ ഓർഡർ റിയാക്ഷൻസ്. അപ്പോൾ അത്തരത്തിൽ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങൾ. ദെൻ ഹാഫ് ലൈഫ് പീരീഡ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അരേനിയസ് ഇക്വേഷൻ, കൊളീഷൻ തിയറി, അതേപോലെ തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്, എൻസൈം കാറ്റലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ, കാറ്റലിസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റേറ്റ് ഓഫ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അതിനെ കൺട്രോൾ ചെയ്യുന്ന ലോസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള കെമിസ്ട്രിയുടെ ആഴത്തിലുള്ള ടോപ്പിക്കുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇനി ഫോട്ടോസിന്തസിസ്, അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കെമിസ്ട്രി സൈഡ്, സിമ്പിൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ് പോലുള്ള കാര്യങ്ങൾ, സോപ്ഷൻ ആൻഡ് ഫിസിസോപ്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോപ്ഷൻ, ഐസോതേംസ്, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ പ്രിപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ, പ്യൂരിഫിക്കേഷനൊക്കെ, പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്, ഗോൾഡ് നമ്പർ, ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. അപ്പോൾ കൊളോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കെമിസ്ട്രിയുടെ കോർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഫേസ് ഇക്വിലിബ്രിയ, കമ്പോണൻസ് ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 1 കമ്പോണൻറ്റ് ആൻഡ് 2 കമ്പോണൻറ്റ് സിസ്റ്റം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സിലബസിൽ പറയുന്നുണ്ട്. ഫാരഡേസ് ലോ തുടങ്ങി അവിടെ അരേനിയസ് തിയറിയും ഓസ്വാൾഡ് ഡൈല്യൂഷൻ ലോയും, ഡിബേ, ഹക്കൽ, ഓൺസാഗേഴ്സ് ഇക്വേഷൻസ് ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഗാൽവാനിക് സെല്ല്, ഇലക്ട്രോ കെമിക്കൽ സീരീസ് നെസ്റ്റ് ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രി ആഴത്തിലുള്ള വലിയ സിലബസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫിസിക്സ് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ടൈറ്റിലുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കെമിസ്ട്രി ആഴത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സുകാർ കെമിസ്ട്രി പഠിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ടാസ്ക് ആയിട്ട് നമുക്ക് സിലബസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ എക്സ്ട്രാ എഫോർട്ട് ആവശ്യമായിട്ട് വരികയും ചെയ്യും. ഇനി 8ാമത്തെ മൊഡ്യൂള് കാർബൺ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്, സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോമെറിസം, അത്തരത്തിലുള്ള തിയറീസ്, അതിൻ്റെ ബേയേഴ്സ് സ്ട്രെയിൻ തിയറി, കൺഫർമേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, സ്പെസിഫിക് റൊട്ടേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ
ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവിടുത്തെ മിക്സ്ചേഴ്സും റെസൊല്യൂഷൻ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ കാർബൺ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഇൻഡക്റ്റീവ് എഫക്ട്സ്, മീസോമെറിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് ഇലക്ട്രോമെട്രിക് എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ പറയുന്ന ഏരിയാസ് ആണ്. അപ്പോൾ കെമിസ്ട്രിയുടെ സിലബസ് ഭയങ്കര ഡെപ്തിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ടാണ് 2016 വന്നിട്ടുള്ള ഈ സിലബസ് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഓർഗാനിക് റിയാക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ അവിടെ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നോമൻക്ലച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ, അത്തരത്തിൽ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഹാലൈഡ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്, ഇതൊക്കെ അവിടുത്തെ ചോദ്യം വരുന്ന മേഖലയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അരോമാറ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ റൂൾസ്, സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അവിടെ, പോളിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോളിമേഴ്സിനെ കുറിച്ചിട്ടും ബെൻസീനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ബയോമോളിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, വിറ്റാമിൻസ് പോലുള്ള കാര്യങ്ങൾ, ബയോമോളിക്കിൾസ്, അതിൻ്റെ ബയോ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട ഏരിയാസ് കൂടി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര വളരെ വിശാലമായിട്ടുള്ള ഒരു സിലബസ് അല്ലേ, വളരെ ഡെപ്തിലുള്ള ഒരു സിലബസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ആദ്യത്തെ 3-4 യൂണിറ്റുകളിലായിട്ട് ഫിസിക്സിൻ്റെ പ്രധാന ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പോകുന്നു. അവിടെ ഞാൻ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷൻ പോലുള്ള ചില ടോപ്പിക്കുകൾ കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് +2 ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഇട്ടിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ വളരെ വലിയ ഡെപ്തിലുള്ളൊരു സിലബസ് തന്നെയാണ് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. വിശാലമായിട്ട് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക് അവിടെ കിടപ്പുണ്ട്. സോ ഡിഗ്രി ലെവലിലേക്ക് ഇറങ്ങി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. അതും മലയാളത്തിൽ പഠിക്കുക എന്നുള്ള ഒരു ടാസ്ക് അവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു. സോ അതാണ് നമുക്ക് ഈ ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സബ്ജക്റ്റ് പഠിക്കണം, അത് ഫിസിക്സ് മാത്രം പോരാ, കെമിസ്ട്രി മാത്രം പോരാ, രണ്ടും പഠിക്കണം, അതും മലയാളത്തിൽ പഠിക്കണം. അത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് നല്ല എഫേർട്ട്, നല്ല സമയമെടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഒപ്പം മുഴുവൻ എൻട്രിയുടെ ടീമും ഉണ്ടായിരിക്കും. എല്ലാ ആശംസകളും. നന്ദി.